അപ്പോൾ വാട്സ്ആപ്പ് വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ. ഞാൻ മൈൻക്രാഫ്റ്റ് ജാവ എഡിഷനിൽ തന്നെ സ്റ്റക്കായി നിൽക്കുക. മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് തന്നെ, അതിനകത്തുള്ള സ്കൈ ബ്ലോക്ക് സീരീസിൻ്റെ സെക്കൻഡ് ഇവിടെ സൂര്യൻ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് നൈറ്റായി, എന്ന് വെച്ചാൽ ഇതിപ്പോഴേ തുടങ്ങി. ഞാൻ കറക്റ്റ് ഗെയിമിൽ കയറിയതും ഞാൻ പറന്നു എന്നൊക്കെ വീണേ. എന്തായാലും നമുക്ക് തുടങ്ങാം. നല്ല തുടക്കമായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആക്ച്വലി കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തേക്ക് ഞാൻ ഈ സ്ഥലം മൊത്തത്തിൽ കുളമാക്കി. അതിൻ്റെ ഇടയിലായിപ്പോയല്ലോ. സ്ഥലം മൊത്തം ഞാൻ കുളമാക്കിയായിരുന്നു. സോ ഇതൊക്കെ ഒന്ന് നേരെയാക്കണം. ഇത് ഫസ്റ്റ് പണി. അപ്പോൾ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തന്നെ നമുക്കിതൊക്കെ ശരിയാക്കാം, എന്നിട്ട് ബാക്കി പണിയിലോട്ട് പോകാം. പെട്ടി തുറന്നേ. ഇതിനകത്ത് നമുക്ക് ഐറ്റംസ് ഒക്കെ എടുക്കാം, നമ്മുടെ ടൂൾസും ഒക്കെ. കോബിൾ സ്റ്റോണും ഡേർട്ടും ഒക്കെ എടുത്ത് നമുക്ക് തിരിച്ചു വെക്കണം. എല്ലാം റെഡിയാക്കണം. ഓറായിട്ടൊന്നും വേണ്ട, ചടച്ചാൽ മാത്രം മതി. കാണാൻ ഒരു ഭംഗി വേണമെന്നേ ഉള്ളൂ. അയ്യോ, അതങ്ങ് ചവിട്ടി ഇതാക്കി. അയ്യോ, വെള്ളം പോയി. വെള്ളമില്ല, എന്തോ ചെയ്യും? അയ്യോ എടാ, നമ്മുടെ ജനറേറ്റർ പൊളിഞ്ഞടാ. അല്ലാതെ ഞാൻ ഇത് പൊട്ടിച്ചിട്ടുണ്ടെന്നേലും പോയേനെ. ഇവിടെ ഒരു ബ്ലോക്കും പൊട്ടിക്കണം. അയ്യോ, ഇവിടെ വെള്ളം ഒഴിക്കണം. എൻ്റെ കോബിൾ സ്റ്റോൺ 10 ആയിരിപ്പോൾ അതും നശിപ്പിച്ച്. എൻ്റെ കോബിൾ സ്റ്റോണും കുറവാണ്. അയ്യോ, 10 കൊണ്ട് എവിടെ എത്താനാ? ഷെറ്റ്. നമുക്ക് ഇച്ചിരി കൂട്ടണം. റണ്ടർ കൂട്ടിയിട്ടിട്ട് തൊട്ടടുത്ത് എവിടെയും വെള്ളം കാണും. സോമ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കണ്ടേനെ. പക്ഷെ ഞാൻ ഇനി ഒന്നുകൂടെ ആദ്യം ഗെയിമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങട്ടെ. സേവ് ചെയ്യാതെ നേരിട്ടിങ്ങനെ സേവ് ആവില്ല. പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് എടുക്കും. ഓക്കെ, ഒന്നുകൂടെ ഗെയിമിൽ കയറി. വെള്ളം കാണണേ. വെള്ളം കാണണേ. ഞാൻ സ്കൈ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. അയ്യോ, വെള്ളം പോയേ. വെള്ളം പോയി. ഇവിടെ നിന്ന് വെള്ളം പോയി. 10 കോവിളും കൊണ്ട് എവിടെ എത്താനാടാ? ഫുള്ള് സ്ലാബ് ആക്കഴിഞ്ഞാൽ ആകെ 18 സ്ലാബുണ്ട്. വേറെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ വേറെ 5 സ്ലാബ് കൂടെ ഇരിപ്പുണ്ട്. നമ്മുടെ 23 സ്ലാബ് ടോട്ടലുണ്ട്. വുഡൂടെ കൂട്ടി എങ്ങനെയെങ്കിലും എന്തേലും ചെയ്തേ നമുക്ക് പറ്റൂ. പക്ഷെ അവിടെ വേൾഡ് സേവ് ആയി. ഞാൻ സേവ് ആവാതെ ഇരിക്കാൻ മാറ്റിയൊക്കെ എടുത്തായിരുന്നു. വീഡിയോയിലല്ലേ. റണ്ടർ ഡിസ്റ്റൻസ് കത്തും. മാക്സിമം ഹയർ റണ്ടർ ഡിസ്റ്റൻസ് കോസ് ലോ ഫ്രെയിം റേറ്റ്. നോ പ്രോബ്ലം. ക്രാഷ് ആവോ? ആയിടോ, നൈറ്റ് ആയി പോടോ. നൈറ്റ് ആയിട്ട് നൈറ്റ് ആണെങ്കിലും കാണാം. അവിടെ ഐസ് കാണുമെന്ന് പോയാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. ഷിറ്റ് ഗൈസ്, മൊത്തത്തിൽ പണി പാളി. ബിക്കോസ് നമുക്കധികം ദൂരം പോകാനുണ്ട്. അപ്പം നല്ല ദൂരം പോകാനുണ്ട്. അത്രയ്ക്ക് ദൂരം ഒന്നും പോകാനുള്ള സ്ലാബും ഐറ്റംസ് എൻ്റെ കയ്യിലില്ല. എന്നാലും ഈ ലാവ ഞാൻ ബക്കറ്റിൽ കോരിയിട്ട് എല്ലാം ചെയ്യാം. ലാവ ബക്കറ്റ് കയറി ഇതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ഈ പിക്കാക്സ് വെച്ച് ഇവിടേക്ക് ഇരിക്കുന്ന ബ്ലോക്കുകൾ ഞാൻ കുഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് വെച്ച് മാക്സിമം സ്ലാബ് ഉണ്ടാക്കി. ഇതൊക്കെ എടുത്താൽ പോരെ, കുറേ കിട്ടുമല്ലോ. ഒരു 6 സ്ലാബ് ഉണ്ടാക്കാം. അതിനുള്ള ഇതുണ്ട്, എൻ്റെ കോബിൾ സ്റ്റോൺ ഉണ്ട്. എന്തായാലും ഇത് ഞാൻ ഒപ്പിച്ചിരിക്കും. വെള്ളം കണ്ടുപിടിച്ചിട്ടേ ഞാൻ നിർത്തൂ. ഒറ്റ ഒരു ബ്ലോക്കിൽ കൂടെ പോകുമ്പോൾ
പേടി ഉണ്ട് നന്നായിട്ട്, കൃത്യമായിട്ട് നല്ല പേടി. ഓ എത്തിയേ. ഇനി വെള്ളം തിരിച്ചെടുത്തിട്ട് വേണം. അമ്മേ സമാധാനമായേ. ലാവ ഒലിച്ചിറങ്ങുന്നല്ലോ അവിടെ താഴെ, അതിൻ്റെ ബേസിൽ കാണുന്നുണ്ടോ? സമാധാനമായി. ഇനി ഇതും കൊണ്ട് വീട്ടിലെത്തിയാൽ മതി. കാരണം ഇങ്ങനെ ഞാൻ ക്രൗച്ച് ചെയ്ത് ബേസ് വരെ പോകും ഞാൻ. പക്ഷേ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നാളെ എത്തും. ഇതാ അടുത്ത മരം കിളിച്ചോ? ഇല്ല, അത് നേരത്തെ എടുത്തല്ലോ. നല്ല രസമായിരിക്കുമല്ലേ. ഒരുമാതിരി ഏണി പോലെ കിടക്കുന്നു. ഏണി പോലെ കിടന്നു പൊട്ടിച്ച് വിട്ടപ്പോൾ പോന്നു പോയി. ഇനി അപ്പുറത്തെ സൈഡുണ്ട്, അതവിടെ കിടന്നോട്ടെ. ഇനി ലാവയും കൂടെ ഒബ്സിഡിയൻ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നിർത്തി പോവും ഞാൻ. എങ്ങനെയാലും ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? വെള്ളം മാക്സിമം എവിടെ ഞാൻ കുഴിച്ചിടണം. ഇനി അറ്റത്തൊരു കുഴി ഉണ്ടാക്കി ഇവിടെ ഇടാം. ഈ ലാവ എടുക്കാം. കുറേ ഇന്ന് മൈൻ ചെയ്താലേ എല്ലാം കിട്ടത്തുള്ളൂ. ഇനി കുറച്ചുകൂടെ മൈൻ ചെയ്യാം. ലെറ്റ്സ് ഗോ. തൊണ്ണൂറ്റാറെന്ന് വെച്ചാൽ 64 എത്രയോടെ കൂടും? 64 32 കൂടും. 2 എക്സ്ട്രാ. എല്ലാത്തിലും 2 എക്സ്ട്രാ വരുന്നുണ്ട്. കൊള്ളാം. ഇതല്ല, അത് സ്പ്രൂസിലോട്ട് ബയോയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ടേ ഇങ്ങനെ വരാൻ താഴെ വീണ് ചത്തു കഴിഞ്ഞാലേ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഐറ്റംസ് എല്ലാം കയ്യിൽ നിന്ന് പോകും. റീസ്പോൺ അടിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തായാലും വലിയ വിഷമമൊന്നുമില്ല. കാരണം കോവിളിച്ചോ മാത്രമല്ലേ പോയുള്ളൂ. വുഡും എൻ്റെ കട്ട് കണക്കിന് ഇരിപ്പുണ്ട്, സ്റ്റോണും കിടപ്പുണ്ട്. പക്ഷെ എൻ്റെ പിക്കേക്സ് പോകും. ലക്കി ആൻഡ് അൺലക്കി എപ്പിസോഡായിപ്പോയി. ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറത്തൊരു ഇത് കണ്ടുപിടിച്ചു. അൺലക്ക് എന്ന് പറഞ്ഞാൽ ഈ എപ്പിസോഡിൻ്റെ മെയിനാണ്. എല്ലാം നമുക്ക് അൺലക്കി ആയിരുന്നു. അപ്പുറത്തുനിന്ന് വെള്ളം കണ്ടുപിടിച്ചത് നല്ല ലക്കായിപ്പോയി. അതൊരു വെള്ളം കിട്ടി. അവിടെ ഇൻഫിനിറ്റി വാട്ടർ ഉണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടാക്കണം ഇൻഫിനിറ്റി വാട്ടർ. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. 1 മണിക്കൂറായിട്ട് വെള്ളം വേണം. അപ്പോൾ ചാനൽ സബ് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്തോ. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. എന്നിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.